Hello, good morning all. Welcome back to my channel, Sija's Economic Classes. അടുത്തതായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബജറ്റ് സെറ്റിലെ മാറ്റങ്ങളെക്കുറിച്ചാണ്. ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ. ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ കൺസ്യൂമേഴ്സ് ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്. ഒരു കൺസ്യൂമറിന്റെ വരുമാനം, അതായത് ഒരു ഉപഭോക്താവിന്റെ വരുമാനത്തെയും സാധനങ്ങളുടെ വിലയെയും ആശ്രയിച്ചാണ് കൺസ്യൂമറിന്റെ ബണ്ടിലിരിക്കുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് എത്ര ബണ്ടിൽ വാങ്ങുന്നു എന്നുള്ളത് അയാളുടെ കയ്യിലുള്ള വരുമാനത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് നമുക്കറിയാം, നമ്മുടെ കയ്യിൽ എത്ര വരുമാനമുണ്ട്. വരുമാനം കൂടിയാൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുന്നു, വരുമാനം കുറഞ്ഞാൽ നമ്മുടെ വാങ്ങുന്ന ക്വാണ്ടിറ്റി കുറയുന്നു. അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയും, സാധനങ്ങളുടെ വില കൂടിയാൽ നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി കുറയുന്നു. അതുപോലെ സാധനങ്ങളുടെ വില കുറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി കൂടുന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇതിലും കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ ഇൻകത്തിലോ സാധനങ്ങളുടെ വിലയിലോ, അതായത് പ്രൈസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ വിലയിലോ വ്യത്യാസം വരികയാണെങ്കിൽ ബജറ്റ് സെറ്റിലും ബജറ്റ് ലൈനിലും മാറ്റം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ബജറ്റ് ലൈനിലും മാറ്റം ഉണ്ടാവാമെന്ന് പറഞ്ഞാൽ ബജറ്റ് ലൈൻ വലത്തേക്കോ അല്ലെങ്കിൽ ഇടത്തേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഇതിൽ കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കൺസ്യൂമറിന്റെ ഇൻകത്തിൽ ഇൻക്രീസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കൺസ്യൂമേഴ്സിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കാണേണ്ടിയിരിക്കുന്നു. എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, എന്താണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് M/P1 എന്ന് പറയുന്നതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, M/P2 എന്ന് പറയുന്നതാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഈ P1 P2 എന്ന് പറയുന്നത്, P1 എന്ന് പറയുന്നത് ഒന്നാമത്തെ സാധനത്തിന്റെ വില, P2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സാധനത്തിന്റെ വില. ഒന്നാമത്തെ സാധനം എല്ലായ്പ്പോഴും OX അക്ഷരത്തിലും രണ്ടാമത്തെ സാധനം നമ്മൾ എല്ലായ്പ്പോഴും OY അക്ഷരത്തിലുമാണ് കാണിക്കുന്നത്. അപ്പോൾ M/P1 എന്ന് പറഞ്ഞാൽ M എത്രയാണെന്ന് നോക്കുക, അതിനെ P1 കൊണ്ട് ഹരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ M/P2 അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്കൊരു കണക്ക് നോക്കാം. 5x1 + 5x2 = 20. അതായത് 5x1 5x1 + 5x2 = 20 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സാധനത്തിന്റെ വില 5, രണ്ടാമത്തെ സാധനത്തിന്റെ വില 5. കയ്യിലുള്ള വരുമാനം M എന്ന് പറയുന്നത് 20 എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അത് പ്രകാരം ഒരു ബജറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുകയാണെങ്കിൽ M/P1 കാണുന്നു എന്ന് കരുത്. അപ്പോൾ നമുക്ക് M എത്രയാണ് ഇവിടെ? 20/5. 20/5 എത്ര വരിക? 4. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണുകയാണെങ്കിൽ M/P2, അപ്പോൾ 20/ അതുപോലെ തന്നെ നമുക്ക് 5 എത്ര വരിക? 4 ആയിരിക്കും അതിൻ്റെയും ആൻസർ. അങ്ങനെയാണെങ്കിൽ ഒരു ബജറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കും നമ്മൾ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4ഉം വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 4ആണെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ 4ൽ നിന്ന് 4ലേക്ക് നമ്മൾ ഒരു ഇടത്തു നിന്നും വലത്തോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ആ കർവ്. ഇനി നമ്മുടെ വരുമാനം M എന്നുള്ളതാണ് നമ്മുടെ വരുമാനം. ആ വരുമാനം 20ൽ നിന്ന് 30 വർദ്ധിക്കുന്നു എന്ന് കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇക്വേഷൻ 5x1 + 5x2 = 30 എന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ M/P1 എങ്ങനെ കാണും? 30/5. അപ്പോൾ എത്ര വരിക? 6. 6×5 30. അതുപോലെ തന്നെ M/P2 എത്ര വരിക? 30/ ഇതുപോലെ തന്നെ 5. അപ്പോൾ 30/5 6×5 30. അപ്പോൾ 6ൽ നിന്ന് 6ലേക്കാണ് നമുക്ക് വരയ്ക്കേണ്ടി വരിക. അപ്പോൾ ഒന്നാമത്തെ ബജറ്റ് ലൈൻ 4ൽ നിന്ന് 4ലേക്കും രണ്ടാമത്തെ ബജറ്റ് ലൈൻ 6ൽ നിന്ന് 6ലേക്കും വരയ്ക്കുമ്പോൾ 4ൽ നിന്ന് 6ലേക്ക് റൈറ്റിലേക്കാണ് ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇതാണ് ഒരു ഉപഭോക്താവിന്റെ വരുമാനം 20ൽ നിന്ന് 30 വർദ്ധിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസം. ഇതുപോലെ തന്നെ തിരിച്ചും പറയുകയാണെങ്കിൽ ഉപഭോക്താവിന്റെ വരുമാനം കുറയുന്നു എന്ന് കരുത്. വിലകളിലൊന്നും മാറ്റില്ല, ഉപഭോക്താവിന്റെ വരുമാനം കുറയുന്നു. ആദ്യത്തെ വരുമാനം 30ഉം പിന്നത്തെ വരുമാനം 20ഉം ആണെങ്കിൽ ബജറ്റ് ലൈൻ ഇടത്തോട്ടേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിലയിലുള്ള വ്യത്യാസമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. വിലയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വില കൂടുന്നു, വില കുറയുന്നു എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ വസ്തു ഏതാണ്?
P1x1 പ്ലസ് P2x2 ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന ഇക്വേഷനിൽ ഒന്നാമത്തെ വസ്തുവിന്റെ വിലയായിരിക്കും ആദ്യം പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വസ്തുവിന്റെ വില ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ 5x1 പ്ലസ് രണ്ടാമത്തെ വസ്തുവിന്റെ വില 5x2 സമം 20 എന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിൽ എന്താണ് മാറ്റമെന്ന് നോക്കാം. 5x1 പ്ലസ് 10x2 സമം 20. ഇവിടെ വരുമാനത്തിന് മാറ്റില്ല. രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 5 എന്നുള്ളത് എന്തായിട്ട് മാറും, 10 എന്നായി എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിലോ രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിലോ മാറ്റം വന്നാൽ ബജറ്റ് ലൈനിലെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടില്ലേ, അതുപോലെ ഒന്നാമത്തെ എന്താണ് 20/5 4, 20/5 4, 4 4ലേക്ക് ഒരു ലൈൻ വരച്ചു എന്ന് കരുതുക. ഇനി രണ്ടാമത്തെ എങ്ങനെയായിരിക്കും വരിക, വരുമാനത്തിന് മാറ്റില്ല, അത് 20 തന്നെ. അപ്പോൾ 20നെ നമ്മൾ ആദ്യത്തെ 5 തന്നെയാണ്. അപ്പോൾ 20/5 എത്ര വരിക, 4. പക്ഷേ രണ്ടാമത്തെ വിലയിൽ 10 ആണ്, വില വർദ്ധിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ 20/10 എത്ര വരിക, 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് 4ൽ നിന്ന് 4ലേക്കും പിന്നീട് ഉള്ള ആ ഒരു ഇക്വേഷനിൽ എന്താണ് 4ൽ നിന്ന് 2ലേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ബജറ്റ് ലൈൻ മാറിക്കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിൽ വർധന വന്നപ്പോൾ ബജറ്റ് ലൈൻ എന്താണ് ഇടത്തോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്, ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതുപോലെ തന്നെ മറിച്ചും, അതായത് ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിലാണ് മാറ്റം വരുന്നത് നോക്കുക. ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം 5x1 പ്ലസ് 5x2 സമം 20. ആദ്യത്തെ എന്താണ് 10x1, 5ന് പകരം എന്താണ് 10x1 പ്ലസ് പിന്നത്തെ എന്താണ് 5x2 സമം 20. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വസ്തുവിന്റെ വിലയിലാണ് എന്ത് വന്നത്, വർധനവ് വന്നത്. രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിൽ എന്താണ് കുറവ് വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴും ഈ ബജറ്റ് ലൈനിൽ എന്താണ് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത് രണ്ടും നമുക്ക് ഈ പ്രോബ്ലം വരയ്ക്കാനും ഡയഗ്രം വരയ്ക്കാനും പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്ക് ഇതിൽ സാധിക്കും. എൻ്റെ രണ്ടിൻ്റെയും ഒരു എക്സാമ്പിൾ ഞാനിതിൽ കൊടുക്കുന്നതാണ്, ഡയഗ്രം കൊടുക്കുന്നതാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.